പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ മറ്റൊരു ബസ്സിന് കല്ലെറിഞ്ഞു. ബസ് യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് കണ്ണിൽ പരിക്കേറ്റു. ചെങ്ങന്നൂർ പത്തനംതിട്ട റൂട്ടിലോടുന്ന സ്വപ്ന എന്ന ബസ്സും ഒപ്പം തന്നെ നെബു എന്ന ബസ്സും തമ്മിലാണ്, അതിലെ ജീവനക്കാർ തമ്മിലാണ് ബസ് ഓടുന്ന സമയത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, നെബു എന്ന ബസ്സിലെ ഡ്രൈവർ ഈ സ്വപ്ന എന്ന ബസ്സിൻ്റെ ചില്ലിലേക്കാണ് കല്ലെറിഞ്ഞത്. ചില്ല് പൊട്ടിപ്പോയി. ഡ്രൈവറുടെ സീറ്റിൻ്റെ മറുവശത്തിരുന്ന വിദ്യാർത്ഥിനിക്കാണ് കണ്ണിന് പരിക്കേറ്റത്. പത്തനംതിട്ടയിൽ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം പതിവാകുകയും ജീവനക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ സ്ഥിരമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് 5:30 പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിലാണ് ബസ് ജീവനക്കാർ തമ്മിൽ തർക്കവും ഒടുവിൽ കല്ലേറിലും അത് അവസാനിച്ചത്. ഇപ്പോൾ നമുക്ക് ബസ്സിന് അകവശം ഒന്ന് കാണാം. ബസ്സിനകത്ത് എറിയാൻ ഉപയോഗിച്ച കല്ല് ഇവിടെ കിടപ്പുണ്ട്. കരിങ്കല്ല് ഉപയോഗിച്ചാണ് എറിഞ്ഞത്. ഈ 2 ബസ്സും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പത്തനംതിട്ട പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ ആരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് കേസും എടുത്തിട്ടില്ല. ഈ പെൺകുട്ടിയെ ഇന്നലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചു. കണ്ണിൽ ചില്ല് തറച്ചു കയറിയിരുന്നു. അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. നമുക്ക് ആ കല്ലിൻ്റെ വലിപ്പം ഒന്നുകൂടി കാണാം. റോഡിൽ കിടന്ന ആ വലിയ കരിങ്കല്ലെടുത്താണ് ഈ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ചില്ലിലേക്ക് എറിഞ്ഞത്. ഓർക്കണം, ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ തന്നെയാണ് മറ്റൊരു സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെ ഓട്ടത്തിനിടയിൽ, അതായത് യാത്ര ചെയ്യുന്നതിനിടയിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയിട്ട സമയത്ത് കല്ലെറിഞ്ഞത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഈ ബസ് ജീവനക്കാർ തന്നെ യാത്രക്കാർ ഉള്ളപ്പോൾ, ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവം കാണിച്ചത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പത്തനംതിട്ട പോലീസ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കണ്ണിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതേതായാലും ഭാഗ്യം എന്ന് പറയാം. ഒരുപക്ഷേ ഈ വലിയ കല്ല് എറിയുന്ന കൂട്ടത്തിൽ ആ ഡ്രൈവറുടെ തലയിലോ അല്ലെങ്കിൽ എതിർവശത്തിരുന്ന യാത്രക്കാരുടെ തലയിലോ മറ്റ് പതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവഹാനി തന്നെ സംഭവിക്കുമായിരുന്നു. പക്ഷേ ഇത്രയും കൊണ്ട് മാത്രം അത് അവസാനിച്ചു. ഏതായാലും ജില്ലയിൽ ഈ ഒരു വിഷയത്തിൽ പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും മതിയായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളും ഒപ്പം തന്നെ യാത്രക്കാരായിട്ടുമുള്ള ആളുകളുടെ ആവശ്യം. അതെ, നമ്മുടെ ഈ സ്വപ്ന ബസ്സും നിബുമോൻ എന്ന് പറയുന്ന ബസ് തമ്മിലുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ ഒരു മാസം ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതായത് കോഴഞ്ചേരി സ്റ്റാൻഡിൽ വെച്ച് ഇതുപോലൊരു ബസ് പുറമോട്ടെടുത്ത് ഇവർ തമ്മിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആറന്മുള സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവർ ആ ബസ്സിൻ്റെ ക്രൂവിനെ വിളിച്ച് ശക്തമായ താക്കീത് കൊടുത്ത് അവരെ കൊണ്ട് വിശദീകരണം എഴുതി മേടിച്ച്, അപ്പം അവർക്ക് ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് നമ്മൾ ഒരു അവസരം കൊടുത്ത അതേ ബസ്സുകൾ തമ്മിലാണ് ഇപ്പോൾ പത്തനംതിട്ട സ്റ്റാൻഡിലും വിഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് RTO തലത്തിൽ ഇപ്പം ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കാനാണ് നമ്മൾ വന്നത്. മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെയാണ് വാഹനത്തിൻ്റെ. മറ്റ് പരിശോധനകൾ ചെയ്തപ്പോൾ ഇതുപോലെ ക്വാർട്ടർ ഗ്ലാസ് പൊട്ടിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ RTOയ്ക്ക് റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ കൊടുത്തു. അപ്പം ഡ്രൈവർമാരെയും ഓണറിനെയും നമ്മളിപ്പം RTO മുമ്പായി ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പം ലൈസൻസ് സസ്പെൻഷനിലേക്കുള്ള നടപടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിബുമൻ എന്ന് പറയുന്ന ബസ്സിൻ്റെ ഡ്രൈവറാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാനായിട്ടുള്ള കാരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് നമ്മൾ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ ഓഫീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൈസൻസ് നമുക്ക് കിട്ടിയതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നിബുമൻ ബസ്സിൻ്റെ ഡ്രൈവറാണ് കുറ്റക്കാരൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പുള്ളി തന്നെ ആയിരുന്നു വിഷയം. സ്വപ്ന ബസ്സിൻ്റെ ഡ്രൈവറാണ് പരാതി കൊടുത്തത്. അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് പരാതി വന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു പ്രിലിമിനറി എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ ഉള്ള നിലയ്ക്ക് നമ്മളൊരു താക്കീത് കൊടുത്തേ ഉള്ളൂ. താക്കീത് കൊടുത്ത് വിശദീകരണം നമ്മൾ എഴുതി മേടിച്ചതാണ്. അപ്പോൾ രണ്ടാമത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നപ്പോൾ ആദ്യം ഒരു ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് ഡ്രൈവറല്ലേ നമ്മളങ്ങനെ ഒരു താക്കീത് കൊടുത്തതാണ്. ഇത് ഇന്നലെ 5:30 വിഷയം നടന്നത്. ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു. ഇയാൾ സ്വബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല? ഇവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇനി പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. പോലീസ് സംഭവം നടന്നപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ആളിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പോലീസിൻ്റെ പ്രൊസീജിയർ അവിടെ നടക്കുന്നുണ്ട്. കേസ് എടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അനിയൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പോൾ ഞങ്ങൾ സ്ഥലത്ത് പോയായിരുന്നു. അപ്പോൾ വണ്ടി അപ്പോഴത്തേക്കും സ്റ്റേഷനിൽ നിന്ന് മാറ്റി നമ്മൾ വൈകിട്ട് വന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പം FIR ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റേഷനിൽ. ഡ്രൈവർമാർക്ക് ഇനിയിപ്പം ശക്തമായ പരിശോധന ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ശക്തമായ പരിശോധന നടത്തി വരികയാണ്. യൂണിഫോം ഇല്ലാതെയും പിന്നെ ഡ്രൈവർമാർ
ഈ തമ്പാക്കും അതുപോലെ മദ്യപാനവും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ഡ്രൈവർമാർ ഓടിക്കുമെന്ന് പറയുന്നത് നമുക്ക് പരാതി വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു എക്സൈസുമായിട്ടൊരു കമ്പൈൻ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വരും ദിവസങ്ങളിൽ അത് ശക്തമായിട്ടുള്ള ചെക്കിങ്ങിന് ഇനി ഉണ്ടാവുന്നതാണ്. പൊതുജനങ്ങൾ നിസ്സഹായരാണ്. കാരണം വേണ്ടപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. പോലീസ് വേണ്ടപ്പെട്ട RTO ഓഫീസോ ഇവരുടെ കാര്യക്ഷമതയില്ലായ്മയുമാണ് ഈ സംഗതികൾ ഇങ്ങനെ നടക്കുന്നത്. സ്ട്രിക്റ്റായിട്ട് വിജിലൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ അപകടങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ എന്നും ഇത് റിപ്പീറ്റ് ആവുന്നതിന് എന്താ ഉദ്ദേശിക്കുന്നത്? പോലീസ് വേണ്ട രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നില്ല, RTO വിഭാഗത്തിൽ നിന്ന് വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ പ്രധാന കാരണം. കണ്ണിലേക്ക് കയറി ഇത്രയും അപകടം എന്നും ഉണ്ടാകുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അതാ പറഞ്ഞത്, ഇതൊക്കെ കാണണം, വേണ്ടപ്പെട്ടവർ കാണണം. പത്തനംതിട്ടയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ ഫലമായി നിരവധി തർക്കങ്ങളും ഒപ്പം തന്നെ സംഘർഷങ്ങളുമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും ഇടപെടണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.